എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന എന്ന സബ്ജക്റ്റിലെ പൗരത്വം എന്ന സബ്ജക്റ്റാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഓഡിയോ കേൾക്കുന്നില്ല. എന്തോ അപ്ലോഡ് ചെയ്തപ്പോൾ പറ്റിയ എന്തോ പെശകാണ്. അപ്പോൾ അതിനാൽ നമ്മളത് വീണ്ടും ഒന്നുകൂടെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും പൗരത്തിലോട്ട് പോകാം. അതിനു മുമ്പ് തന്നെ എല്ലാവരും ഒരു കാര്യം അറിയിക്കാം. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിലേക്ക് ഫ്രീ PDF ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ലിങ്കിലൂടെ കയറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും KPSC ഡ്യൂഡ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പൗരത്വം ഭരണഘടനയുടെ ഭാഗം 2 പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. എന്താണ് ഭരണഘടനയുടെ ഭാഗം 2 പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളാണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. എന്താണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ്, അഥവാ വകുപ്പുകളിലാണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പ്രഥമ പൗരൻ അഥവാ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്, അഥവാ രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ്. നമുക്ക് ലിസ്റ്റുകളെ പറ്റി പഠിക്കാനുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മളത് ലിസ്റ്റുകളെ പറ്റി പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുകൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റുകളെയാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പേരിൽ തന്നെ ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റുകളെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കൺകറൻറ്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഒരുമിച്ച് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളതിനെയാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ലിസ്റ്റ് എടുക്കുമ്പോൾ എന്തായാലും വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്, പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഇനി ഇന്ത്യയുടെ പൗരത്വ രീതി ഏക പൗരത്വ രീതിയാണ്. ഈ ഏക പൗരത്വ രീതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ രീതി ഇരട്ട പൗരത്വമാണ്. എന്താണ് ഇരട്ട പൗരത്വം? ഇപ്പോൾ നിങ്ങൾ അമേരിക്കൻ പൗരനാണെങ്കിൽ നിങ്ങൾ അമേരിക്കൻ പൗരനായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം നേടാൻ പറ്റും. അങ്ങനെ 2 രാജ്യത്തിൻ്റെ പൗരനായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ അമേരിക്കൻ പൗരനാണെങ്കിൽ. എന്നാൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരനായിട്ട് മാത്രമേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൗരത്വം അഥവാ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം നിങ്ങൾക്ക് നഷ്ടമാകുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പൗരത്വ രീതി ഏക പൗരത്വമാണ്. അതായത് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പിന്തുടരുന്ന പൗരത്വ രീതിയാണ് ഇരട്ട പൗരത്വ രീതി. ഓക്കെ, ഇനി പറയുന്നത് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റി ഏത്? LM സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? LM സിംഗ്വി കമ്മിറ്റി. ഈ കമ്മിറ്റിയാണ് അഥവാ LM സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റി. അപ്പോൾ ഈ പറഞ്ഞത് ഒന്ന് ക്വിക്കായിട്ട് നമുക്കൊന്നുകൂടെ പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 ഇന്ത്യൻ പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്. പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ പൗരത്വ രീതി ഏക പൗരത്വ രീതിയാണ്. അത് ബ്രിട്ടനിൽ നിന്നും കടകൊണ്ട ഒരു രീതിയാണ് ഏക പൗരത്വ രീതി. അതേപോലെ തന്നെ അമേരിക്ക പിന്തുടരുന്ന പൗരത്വ രീതിയാണ് ഇരട്ട പൗരത്വ രീതി. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി ആ ഓരോ ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 5 ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉള്ള പൗരത്വ അവകാശം. ഓക്കെ, അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉള്ള പൗരത്വത്തെ പറ്റി പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 5. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 5 എന്താണ്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉള്ള പൗരത്വ അവകാശമാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 6 എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരുടെ പൗരത്വ അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. അഥവാ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുണ്ടല്ലോ, അവരുടെ പൗരത്വാവകാശത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. ആർട്ടിക്കിൾ 7 എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടിക്കിൾ 6 നേരെ ഓപ്പോസിറ്റ്, അതായത് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശം. അതായത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശമാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ആർട്ടിക്കിൾ 8 പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വാവകാശം. അതായത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ടല്ലോ, അവരുടെ പൗരത്വ അവകാശത്തെ പറ്റിയാണ് ആ പറയുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് എന്താണ്
ഇന്ത്യൻ പൗരനായ അച്ഛനും അമ്മയും പുറത്ത് വിദേശത്തും എല്ലാം താമസിക്കുന്നവരായിരിക്കും. അവരുടെ മക്കളും ഉണ്ട്, അവരും ഉണ്ട്, ഇവരൊക്കെ ഇന്ത്യൻ പൗരൻ തന്നെയാണ്, മനസ്സിലാവും. അവരുടെ പൗരത്വ അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 8. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 8? ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വ അവകാശമാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. ഇതുവരെ ഒന്നുകൂടെ ഒന്ന് സ്പീഡ് വായിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 5 എന്താണ്? ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള പൗരത്വ അവകാശമാണ് ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരുടെ പൗരത്വ അവകാശമാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. ആർട്ടിക്കിൾ 7 പറയുന്നത് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശമാണ് ആർട്ടിക്കിൾ 7. ആർട്ടിക്കിൾ 8 എന്താണ്? ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വാവകാശം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 9. എന്താണ് ആർട്ടിക്കിൾ 9? ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ഇതാണ് ആർട്ടിക്കിൾ 9. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യയുടെ പൗരത്വ രീതി ഏക പൗരത്വ രീതിയാണ്. അതായത് ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരനായിട്ട് മാത്രമേ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം സ്വമേധയാൽ നഷ്ടമാകും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 9. എന്താണ്? ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. എന്താണ്? ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ഇതാണ് ആർട്ടിക്കിൾ 9 പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 9 പ്രതിപാദിക്കുന്ന കാര്യമാണ് ഇത്. എന്ത്? ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ഇനി ആർട്ടിക്കിൾ 10. എന്താണ് ആർട്ടിക്കിൾ 10? ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 10. എന്താണ് ആർട്ടിക്കിൾ 10? ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നു. ലാസ്റ്റ് വൺ ആർട്ടിക്കിൾ 11. എന്താണ്? പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. എന്താണ്? പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന കാര്യത്തെപ്പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 11. നമ്മൾ നേരത്തെ പറഞ്ഞു പാർലമെൻറ്റിന് മാത്രം നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റാണ് എന്ത്? യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ യൂണിയൻ ലിസ്റ്റിൽ പെട്ട കാര്യമുള്ള പൗരത്വം. അതുകൊണ്ട് തന്നെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 11. അപ്പം ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 9 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ആർട്ടിക്കിൾ 10 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 11 എന്ന് പറയുമ്പോൾ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. ഇതാണ് ആർട്ടിക്കിൾ 11. അപ്പോൾ ഈ ആർട്ടിക്കിൾ മൊത്തം ഞാൻ സ്പീഡിൽ വായിക്കാം. എന്താണ് ആർട്ടിക്കിൾ 5? ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള പൗരത്വാവകാശമാണ് ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശം. ആർട്ടിക്കിൾ 7 പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശം. ആർട്ടിക്കിൾ 8 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വാവകാശം. ആർട്ടിക്കിൾ 9 ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ആർട്ടിക്കിൾ 10 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 11 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 11. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ വിദേശ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ജനസംഖ്യ അല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ വിദേശ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് നോട്ടാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ വിദേശ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, എപ്പോഴും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയത് എപ്പോൾ? 1955. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയത് 1955. എത്ര തവണ പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്? മൊത്തം 6 തവണ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6 തവണയാണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ വർഷങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1986, 1992, 2003, 2005, 2015, 2019. ഏതൊക്കെയാണ്? 1986, 1992, 2003, 2005, 2015, 2019. ഇത്രയും വർഷം, ഈ 6 വർഷങ്ങളിലാണ് 6 തവണയായിട്ട് പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ 6 വർഷം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ
പറ്റുമെങ്കിൽ ഒരു 3 വർഷമെങ്കിലും പഠിച്ചു നോക്കുക. ആ 3 വർഷങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വർഷങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയതെന്ന് 1955 അത് ഒന്ന് പഠിച്ചു നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 6 തവണ ഭേദഗതി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ 6 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും പഠിച്ചു നോക്കുക. ശേഷം ആദ്യമായി പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് ഏത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1986 അതും പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1986. പിന്നെ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് അഥവാ ഈ അവസാനമായി പൗരത്വ ഭേദഗതി ചെയ്തപ്പോഴാണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം 2019 അതും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, 2019 അവസാനമായി പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്, യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പൗരത്വ നിയമം ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയത് 1955 6 തവണ പൗരത്വ നിയമ ഭേദഗതി ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? 1986, 1992, 2003, 2005, 2015, 2019. പിന്നെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിന്. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള അവകാശങ്ങളെ പറ്റിയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള അവകാശങ്ങൾ എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം. അതായത് ഒരു വിദേശ പൗരൻ വന്ന് ഇവിടെ ഇന്ത്യയിൽ സംഘടന രൂപീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് മാത്രമാണ്. അഥവാ നമ്മുടെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. പുറത്തുനിന്നുള്ള ഒരു പൗരന് വന്ന് ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. എന്താണ്? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള അവകാശങ്ങൾ? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം. ഓക്കെ, ഒരു തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ അവർക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുള്ളതാണ്, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യൻ പൗരനാണ്. അതുപോലെ തന്നെ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശവും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. എന്താണ്? സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശവും ഇന്ത്യൻ പൗരന് മാത്രമുള്ളതാണ്, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് മാത്രം ഉള്ള അവകാശമാണ്, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇനി പറയുന്നു ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന പദവികൾ. ഓക്കെ, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന പദവികളാണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നുള്ള പദവി. എന്താണ്? രാഷ്ട്രപതി. ഓക്കെ, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന പദവികളിൽ ഒന്നാണ് രാഷ്ട്രപതി. 2, ഉപരാഷ്ട്രപതി. ഓക്കെ, ഉപരാഷ്ട്രപതി. പിന്നീട് സംസ്ഥാന ഗവർണർ. ഓക്കെ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന ഗവർണർ. ഇനി എന്താണ്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ. ഓക്കെ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ. പിന്നെ അറ്റോർണി ജനറൽമാർ, അതുപോലെ തന്നെ MP-മാർ, MLA-മാർ മുതലായവ. ഓക്കെ, ഏതൊക്കെയാണ്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, അറ്റോർണി ജനറൽ, MLA-മാർ, MP-മാർ. ഇതെല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന പദവികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന പദവികൾ? ഏതൊക്കെയാണ്? 1, രാഷ്ട്രപതി. 2, ഉപരാഷ്ട്രപതി. 3, സംസ്ഥാന ഗവർണർ. 4-മത്തെ എന്തോ പറഞ്ഞത്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ. അതുപോലെ തന്നെ അറ്റോർണി ജനറൽ, പിന്നെ MP-മാർ, MLA-മാർ. ഇതൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന പദവികൾ. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് നോട്ടാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിളുകൾ അഥവാ വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. 1, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഈ ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്താണെന്നൊക്കെ നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോഴൊന്ന് ഓർത്തിരിക്കുക, എന്താണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള മൗലിക അവകാശങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം 3 ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള
മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേയുള്ള മൗലികാവകാശങ്ങൾ. ഒന്ന് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മൊത്തം നമ്മളൊന്ന് ക്വിക്കായിട്ടൊന്ന് ലേൺ ചെയ്യണം, ക്വിക്കായിട്ടൊന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം, ഭരണഘടനയിലെ ഭാഗമാണ് 2. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യയുടെ പൗരത്വ രീതി ഏക പൗരത്വ രീതിയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പിന്തുടരുന്ന പൗരത്വ രീതിയാണ് ഇരട്ട പൗരത്വം. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. ഇനി ഓരോ ആർട്ടിക്കിൾ എന്താണെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 5 ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള പൗരത്വാവകാശമാണ് ആർട്ടിക്കിൾ 5 ആർട്ടിക്കിൾ 6 എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശം. ആർട്ടിക്കിൾ 7 പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശം. ആർട്ടിക്കിൾ 8 ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വാവകാശം. ആർട്ടിക്കിൾ 9 ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ആർട്ടിക്കിൾ 10 ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 10. ആർട്ടിക്കിൾ 11 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 11. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് നോട്ട് എന്താണ്? ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ വിദേശ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി പറയുന്നു, ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയത് 1955 6 തവണ പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? 1986, 1992, 2003, 2005, 2015, 2019. ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഓക്കെ, പൗരത്വ നിയമം ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള അവകാശങ്ങളാണ് ഇനി പറയുന്നത്. എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇനി പറയുന്നു, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായി വഹിക്കാൻ കഴിയുന്ന പദവികൾ എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന ഗവർണർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, അറ്റോർണി ജനറൽ, MP മാർ, MLA മാർ മുതലായവ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് നോട്ട് എന്താണ്? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായുള്ള മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ അഥവാ വകുപ്പുകൾ ഏതൊക്കെ? ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 മുതലായവയാണ്. ഓക്കെ, ഇതൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിട്ടുള്ള മൗലികാവകാശങ്ങളാണ്. ഇനി മൗലികാവകാശങ്ങളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ഫ്രീ PDF നോട്ട് ലഭിക്കാനായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം.